ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിത് വന്നിരിക്കുന്നത് വേറൊരു ട്രാവൽ വീഡിയോ ആയിട്ടാണ്. ഇത് മറയൂർ കാന്തല്ലൂർ ട്രാവൽ വീഡിയോ ആണ്. ഇത് നമ്മൾ അന്ന് മറയൂർ പോയപ്പോൾ താമസിച്ചൊരു ഹോട്ടലാണ്. ഇത് പണി നടക്കുന്നുള്ളൂ. ഇവിടെ സ്വിമ്മിംഗ് പൂളിലൊക്കെ പണി നടക്കുന്നുണ്ട്. ഇതിനകത്ത് നമ്മൾ മറയൂരിൽ നിന്ന് കാന്തല്ലൂർക്കുള്ളൊരു ജീപ്പ് ട്രക്കിങ്ങിൻ്റെ വീഡിയോ ആണ് മെയിനായിട്ട് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇത് മറയൂർ ബസ് സ്റ്റാൻഡാണ്. ജീപ്പും എല്ലാം കിട്ടുന്ന മറയൂർ ടൗണാണ് ഈ കാണുന്നത്. ഇത്രയും പേരായിട്ടാണ് നമ്മൾ മറയൂർ പോയത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം നമ്മൾ ഇവിടുന്ന് വണ്ടിയിൽ നിന്ന് ജീപ്പ് കിടക്കുന്ന ആനമുടി എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നാണ് കൂടുതൽ ജീപ്പുകളും ഓപ്പറേറ്റ് ചെയ്യുന്നത്. ആനമുടിയിൽ പോയി അവിടെ ആനമുടി എന്ന് പറഞ്ഞ ഹോട്ടലാണ്. ആ ഹോട്ടലിൽ നിന്നാണ് ജീപ്പ് ട്രക്ക്. അപ്പോൾ രാവിലത്തെ ഫുഡും അവിടെ നിന്നായിരുന്നു. അങ്ങനെ നമുക്ക് ജീപ്പ് ട്രക്കിൽ കയറിയുള്ള യാത്ര തുടരാം. ഇതിൽ മെയിൻ വരുന്നത് മറയൂർ ചന്ദനക്കാട്, പിന്നെ എരച്ചിരിപ്പാറ വെള്ളച്ചാട്ടം, പിന്നെ മുരുകന്മല, പിന്നെ ശർക്കര ഫാക്ടറിയിലുള്ളൊരു ഇത്. അങ്ങനെയാണ്. ഇതിനകത്ത് ആദ്യത്തെ കുറച്ചാണ് നമ്മൾ ഈ ഭാഗത്ത് കാണിക്കുന്നത്. ഈ ജീപ്പ് ട്രക്കിങ്ങിനൊക്കെ വരുമ്പോഴാണ് ഈ കൂടുതൽ സ്ഥലങ്ങൾ ഇവർ കാണിച്ചു തരുന്നത്. നമ്മൾ കാന്തല്ലൂരോ മറയൂരോ എല്ലാം റൂം എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് മാത്രം സ്ഥലങ്ങൾ നമുക്കിതിനകത്ത് കവർ ചെയ്ത് കിട്ടില്ല. പ്രത്യേകിച്ച് മുരുകന്മലയിലൊക്കെ 4x4 വണ്ടികളാണ് കൂടുതൽ പോകുന്നത്. അതിൻ്റെ കുറച്ച് നല്ല കിടിലൻ റീൽസും ഇതും ഞാൻ സെപ്പറേറ്റ് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇതിനകത്ത് കുറേ കരിമ്പിൻ തോട്ടവും ഇതൊക്കെ കാണാൻ പറ്റും. ഇവിടെ ഒരുപാട് കരിമ്പ് കൃഷിയുണ്ട്. ഭ്രമരം സിനിമയിലൊക്കെ നിങ്ങൾ കണ്ട പോലത്തെ സ്ഥലങ്ങൾ നമ്മൾ കാണിച്ചു തരാം. അതിനകത്ത് ഇതാണ് ഈ കാണുന്ന അവിടത്തേക്ക് കരിമ്പൻ തോട്ടങ്ങളാണ് ഈ കാണുന്നത്. ഈ കാണുന്നതൊക്കെ കരിമ്പൻ തോട്ടങ്ങളാണ്. ഇതിനകത്ത് പല പല പ്രോസസ്സുകളിലൂടെ കടന്നു പോകുന്ന ആ കരിമ്പ് ഫാക്ടറി പോകുമ്പോൾ ആ വീഡിയോ കാണിച്ചു തരാം. മെയിൻലി ഇവിടെ കൃഷിയും ടൂറിസമാണ് മെയിൻ ഇവിടുത്തെ വരുമാന മാർഗങ്ങൾ വരുന്നത്. അങ്ങനെ നമ്മൾ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ പോയിൻ്റായ മറയൂർ ചന്ദനക്കാട് അവിടെ ആ ഭാഗത്ത് എത്താറായി. അത് റിസർവ് ഫോറസ്റ്റാണ്. അപ്പോൾ കുറച്ച് ജസ്റ്റ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന കുറച്ച് സ്ഥലങ്ങളുള്ളൂ. ഒരുപാട് നമ്മൾ കാടിൻ്റെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ ഫൈനൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അത് ജീപ്പുകാർ നമ്മളോട് പറയാറുണ്ട്, ഒരുപാട് അങ്ങനെ പോകരുത്. അവിടെ ഒരു വേലിക്കെട്ടി കെട്ടിയിട്ടുണ്ട്. അതിൻ്റെ പുറത്ത് നിന്നിട്ട് നമുക്ക് നോക്കാം, കാണാം, ഫോട്ടോ എടുക്കാം. ഇവിടെ തന്നെ നമുക്ക് നോക്കുമ്പോൾ കാണാം പല ഏജിലുള്ള ചന്ദനത്തിനെയും കാണാൻ പറ്റും. അതിനകത്ത് തന്നെ ഏജ് കൂടുന്നതനുസരിച്ച് ഇവർ വെട്ടി വിൽക്കാറുണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ നമുക്ക് ലേലത്തിൽ ഈ ചന്ദനമൊക്കെ വാങ്ങിക്കാനൊക്കെ പറ്റാറുണ്ട്. അത് ഓൺലൈൻ വഴി ബിഡിങ് ആണ്. അങ്ങനെ അവിടുത്തെ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് അടുത്ത സ്ഥലം കാണാനായിട്ട് ഇറങ്ങി.
ഇതിലിവർ കൂടുതലും ഉൾ റോട്ടിൽ കൂടിയാണ് ഓരോരോ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ കുടുക്കമൊക്കെ കൂടുതലാണ്. ഇപ്പോൾ ബസ്, അങ്ങനത്തെ ടൂറിസ്റ്റ് വണ്ടികൾ, അങ്ങനത്തെ അല്ലാതെ കറക്റ്റ് പോയിന്റിലോട്ട് പോകണമെങ്കിൽ മെയിൻ റോഡ് വേറെ ഉണ്ടായിരുന്നു. ആ കാണുന്നതൊരു അരുവിയായിരുന്നു. വേനലായതുകൊണ്ട് തന്നെ അവിടെ അതിന് മാത്രം വെള്ളമില്ല. അങ്ങനെ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ പോയിൻ്റ് ഇരച്ചിൽപ്പാറ വാട്ടർഫോൾസിൻ്റെ അവിടെ എത്താറായി. ഈ കാണുന്നതാണ് ഇരച്ചിൽപ്പാറ വാട്ടർഫോൾസ്. ഒരുപാട് റീൽസിലൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ള ഒരു വാട്ടർഫോളാണ് ഈ കാണുന്നത്. ഇത് മഴയത്ത് കാണാനുള്ള നല്ല ഭംഗിയുന്നു. വെള്ളമുണ്ട്, എന്നാലും അത്യാവശ്യം വേനലായതുകൊണ്ട് ഇവിടെ ചെറുതായിട്ട് കുളിക്കാനൊക്കെ പറ്റും. അതും നല്ലൊരു അനുഭവമാണ്. പക്ഷെ നമ്മളാരും ഇങ്ങനെ ട്രക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് വന്ന കാരണം അവിടെ ഇറങ്ങി കുളിക്കാനൊന്നും നിന്നില്ല. പിന്നെ മഴയത്ത് വരുമ്പോൾ നല്ല കുറച്ചും കൂടി ഫുൾ ഇതായിട്ട് തന്നെ നല്ല ശക്തിയിൽ വെള്ളം വീഴുന്നതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് ഇറങ്ങുന്ന വെള്ളം വീഴുകയും ചെയ്യും, കുളിക്കാനും പറ്റും. അത് ചിലപ്പോൾ റോട്ടിലേക്കും വീഴും. റീൽസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഈ റോട്ടിലൊക്കെ വെള്ളം വീഴുന്നതും. അപ്പോൾ അതിൽ കൂടി ജീപ്പൊക്കെ ഓടിച്ചു പോകുമ്പോൾ നല്ലൊരു ഭംഗിയും കാണാനൊക്കെ നല്ല ഭംഗിയായിരുന്നു. അങ്ങനെ നമ്മൾ അവിടുത്തെ കാഴ്ചകളും ഫോട്ടോ ഒക്കെ എടുക്കൽ കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മൾ അടുത്ത പോയിന്റിലേക്കുള്ള യാത്ര ആരംഭിച്ചു. അപ്പോൾ തിരിച്ച് വണ്ടി ആ വഴി തന്നെ തിരിച്ചു പോകുമ്പോൾ ആ വീഡിയോ ഒന്നും കൂടി കാണിച്ചു തന്നതാണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് അടുത്ത പോയിന്റിലേക്കുള്ള യാത്ര തുടർന്നു. ഈ വീഡിയോ ഇവിടെ വെച്ച് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അതേപോലെ കൂടുതൽ വീഡിയോകൾക്കായിട്ട് ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.